വി എസിന്റെ സഹപ്രവർത്തകർ, വി എസിന്റെ പ്രിയപ്പെട്ട പാർട്ടി സുഹൃത്തുക്കൾ, വി എസിന്റെ അനുയായികൾ എന്ന് വേണ്ട വി എസ് അച്യുതാനന്ദനെ ഈ അവസരത്തിൽ ഓർമ്മിക്കാത്തതായി ഒരുപക്ഷെ കേരളത്തിൽ ആരുമില്ല എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായി പോലും പലർക്കും എത്രയോ അനുഭവങ്ങൾ ഈ കാലത്തിനിടെ പറയാൻ ഉണ്ടാകും. പലർക്കും വ്യക്തിപരമല്ലെങ്കിൽ അകലെ ഇരുന്നു കൊണ്ട് വി എസിനെ കണ്ട എത്രയോ അനുഭവങ്ങൾ, വി എസിനെ കേട്ട എത്രയോ അനുഭവങ്ങൾ, വി എസിന്റെ പോരാട്ട വീര്യത്തിൽ, പോരാട്ട മുഖങ്ങളിൽ വി എസിന്റെ പ്രസംഗം കേട്ട് ഇപ്പോഴും അതിൽ പുളകം കൊള്ളുന്ന എത്രയോ ആളുകൾ, എത്രയോ മനുഷ്യരെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാൻ കഴിയും. തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമൻ യൗവനം എന്ന് TS തിരുമുമ്പ് എഴുതിയതൊരു പക്ഷേ അത് കൃത്യമായ എന്താണ് ആ സമയത്ത് അത് കേരളത്തിൻ്റെ ഒരു വാചകമാക്കി മാറ്റിയ ഒരു സമര പോരാളിയാണ് വി എസ്. അപ്പോൾ വി എസിനെ പറ്റി പറയുമ്പോൾ പലർക്കും പറഞ്ഞു തീരാത്തത്, അല്ലെങ്കിൽ പറഞ്ഞാലും അവർക്ക് തൃപ്തിയാവാത്തത്, വി എസിനെ പറ്റി അത്രയും അനുഭവങ്ങൾ അവർക്ക് പറയാനുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് വി എസിനെ അത്രയും അടുത്തു നിന്ന് അവർ നോക്കി കണ്ടിട്ടുള്ളത് കൊണ്ടുമാണ്. വി എസിനെ ഇപ്പോൾ ജെ മേഴ്സിക്കുട്ടിയമ്മ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, വി എസ് നമ്മളുടെ ഒപ്പമില്ല എന്ന് ഓർക്കുന്നത് പോലും അങ്ങേയറ്റം ഹൃദയവേദനയോടെയാണ് എന്നെനിക്കറിയാം, താങ്കൾക്ക് പ്രത്യേകിച്ചും. എങ്ങനെ ആ സഖാവിനെ, ആ സമര പോരാളിയെ താങ്കൾ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നു? തൊഴിലാളിയായി പിറന്ന് തൊഴിലാളികളുടെ ജീവിച്ച് തൊഴിലാളികളുടെ പടത്തലവനായി ദീർഘനാളെ കേരളത്തിന്റെ അമരക്കനായിരുന്ന വി എസ് ഇന്നില്ല എന്നത് നമുക്ക് വളരെ വലിയ നഷ്ടമെന്നതല്ല, വല്ലാത്തൊരു ശൂന്യത ആണ് അനുഭവപ്പെടുന്നത്. ശരിക്കും വി എസ് ഇല്ലാത്ത ഒരു കാലത്തേക്ക് നമ്മൾ മാറുന്നു. എല്ലാ പ്രതിസന്ധികളിലും ശരിയുടെ പക്ഷത്ത് നിന്നും ശരിയുടെ പക്ഷത്തെ പോരാട്ടത്തിന്റെ അമരക്കാരനായും കേരളത്തിന്റെ തൊഴിലാളി വർഗ പാർട്ടിയുടെ അമരക്കാരനായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവുമൊക്കെ